നമസ്കാരം. പ്രവാസി ലോകത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സൗദി അറേബ്യയിൽ നടന്ന വാഹന അപകടത്തിൽ വയനാട് സ്വദേശിനി ടീന എന്ന 26 വയസ്സുകാരിയും അതുപോലെ തന്നെ അഖിലും 27 വയസ്സുള്ള അഖിലും ഇവർ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു. രണ്ടുപേരും ജൂൺ 16 വിവാഹം കഴിക്കാനായി നിശ്ചയിച്ചവരായിരുന്നു. അതിനു മുൻപുള്ള ചെറിയൊരു യാത്രക്കിടയിൽ അവർക്കുണ്ടായ ആ അപകടം രണ്ടുപേരുടെ ജീവനും ഇല്ലാതായിരിക്കുകയാണ്. സത്യത്തിൽ വയനാട് ഒന്നടങ്കം ആ ഒരു മരവിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. സൗദി അറേബ്യയിൽ നടന്ന വാഹന അപകടത്തിൽ വയനാട് സ്വദേശിനി ടീന മരിച്ചത് ജോലി രാജിവെച്ച് മടങ്ങാനിരിക്കെ. അപകടത്തിൽ പ്രതിശ്രുത വരനും വയനാട് സ്വദേശിനിയുമായ അഖിലും മരിച്ചിരുന്നു. ഇരുവരും നാട്ടിലെത്തി ജൂൺ 16 വിവാഹം കഴിക്കാനിരിക്കെയാണ് അപകടം ഉണ്ടായത്. UK-യിൽ ജോലി ചെയ്യുകയായിരുന്ന അമ്പലവയൽ ഇളയിടത്ത് മഠത്തിൽ അഖിൽ അലക്സും സൗദിയിൽ കാർഡിയാക് സെന്ററിൽ നഴ്സായി നടവയൽ സമീപം താമസിക്കുന്ന ടീനയും ബുധനാഴ്ച വൈകിട്ട് നടന്ന വാഹനാപകടത്തിലാണ് മരിച്ചത്. 2 വർഷത്തോളമായി ടീന സൗദിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ്. ബന്ധുക്കൾ പറയുകയായിരുന്നു ഇത്. 4 മാസം മുമ്പാണ് ടീന അവസാനമായി വീട്ടിലെത്തിയത്. സൗദിയിലെ ജോലി രാജിവെച്ച വിവാഹശേഷം അഖിലിനൊപ്പം UK-യിലേക്ക് പോകാനായിരുന്നു തീരുമാനം. സൗദിയിൽ അവധി ദിവസങ്ങളായതിനാൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ലഭിക്കാൻ അടുത്ത ദിവസമാകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കളുടെ വാക്കുകളിലേക്ക്. മലയാളി സമാജത്തിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ എങ്ങനെയോ അറിഞ്ഞു വിളിച്ച് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് അവിടുത്തെ സമയം 4:30, സൗദിയിലെ സമയം 4:30 ആയപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായതാണ്. പിന്നെ പുറകിൽ നിന്ന് വാഹനം വന്ന് ഇടിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മൊത്തം കത്തി അവരടക്കം കരിഞ്ഞു പോയെന്നാണ് അവർ പറയണത്. 4 വർഷം മുമ്പാണ് അഖിൽ UK-യിലേക്ക് പോയത്. അവിടെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. അനുജൻ ടെനിൻ അലക്സ് UK-യിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. വിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു അഖിലിന്റെ വീട്. ബുധനാഴ്ച വൈകിട്ട് പ്രാദേശിക സമയം 4:30 സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉൽക്ക സമീപം അപകടം ഉണ്ടായത്. അപകടത്തിൽ 5 പേരാണ് മരിച്ചത്. മരിച്ച മറ്റ് 3 പേർ മദീന സ്വദേശികളാണ്. അൽ ഉലയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് അപകടം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ച കാറും സൗദി സ്വദേശികളുടെ കാറും കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു. ടീനയുടെയും അഖിലിന്റെയും മൃതദേഹം തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലെന്നാണ് മലയാളി സാമൂഹിക പ്രവർത്തകർ നൽകുന്ന വിവരം. സൗദിയിൽ നടന്ന വാഹനാപകടത്തിൽ 2 വയനാട് സ്വദേശികൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ഇവർ ജൂൺ 13 വിവാഹം കഴിക്കാനായിരുന്ന നവദമ്പതികൾ ആയിരുന്നു, അല്ലെങ്കിൽ പ്രതിശ്രുത വധുവും വരനുമായിരുന്നു എന്ന് ഒരിക്കൽ പോലും നമ്മൾ കരുതിയിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ശരിയാണ്, അപകടത്തിലുണ്ടാകുന്ന പരിക്കും അതുവഴി ഉണ്ടാകുന്ന ഈ മുറിപ്പാടുകളും അതുപോലെ തന്നെ വിടവാങ്ങലും ഒക്കെ തന്നെ വേർപാടും ഒക്കെ തന്നെ നമ്മളെല്ലാവരും ഒന്നടങ്കം തളർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൗദിയിൽ നടന്ന വാഹനാപകടത്തിൽ 2 വയനാട് സ്വദേശികൾ മരണമടഞ്ഞ വാർത്ത എന്ന് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അത് ആരാണ് എന്താണ് എന്ന എല്ലാ കോണുകളിൽ നിന്നും ഫോൺ കോളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും 26ഉം 27ഉം വയസ്സുള്ള ജീവിതത്തിലേക്ക് കരിയർ വഴി, അതായത് ജോലിപരമായി എല്ലാ ഉന്നതിയിൽ നിന്നുകൊണ്ട് ഇനി വിവാഹമാകാം എന്ന ആലോചന നിൽക്കുമ്പോഴാണ് അപകടം ഇവരെ 2 പേരെയും തട്ടിയെടുത്തത്. ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അവരെ അനുവദിച്ചില്ല, എന്നാൽ അവർ ഒരുമിച്ച് മരിക്കട്ടെ എന്നൊക്കെയാണ് ഈ വാർത്ത കണ്ട് പലരും കമൻറ്റ് ചെയ്യുന്നത്. എന്തായാലും മറ്റൊരു വാർത്ത കൂടി സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്, അതായത് പെട്ടെന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത്, ഈ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശി അഹമ്മദ് റിഷാൽ എന്ന 26 വയസ്സുകാരൻ സൗദിയിൽ മരിച്ചു എന്ന വാർത്തയാണ്. ചൗക്കി ബ്ലോക്ക് കോഡ് സ്വദേശിയും കറാമ അൽ അദാർ സെന്റർ ജീവനക്കാരനുമാണ് അഹമ്മദ് റിഷാൽ. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ഉച്ചയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. അവിവാഹിതനാണ് റിഷാൽ. എന്തായാലും മരണകാരണം പനി ബാധിച്ചാണെന്ന് പറയുന്നു. പക്ഷെ എന്താണ് തീർച്ചയായിട്ടും ഈ മരിക്കാനുള്ള പ്രധാന കാരണമെന്നടക്കമുള്ളവ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ മരണകാരണം 26 വയസ്സ് മാത്രമാണ് പ്രായം. ദുബായിലെത്തിയിട്ട് വളരെ കുറച്ച് നാൾ മാത്രമാണ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ മരണ വാർത്തയെ നമ്മളെല്ലാവരും ഒന്നടങ്കം ഞെട്ടിപ്പിക്കുകയാണ്.